ലക്ഷക്കണക്കിന് വരുന്ന ഭ്രാന്തൻ ജനക്കൂട്ടം ഒരൊറ്റ മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അവർ അവൻ്റെ മുഖത്തു തുപ്പുന്നു, ക്രൂരമായി കല്ലെറിയുന്നു, ശ്വാസം മുട്ടിക്കുന്നു. ഇസ്രയേലിൻ്റെ മഹാപുരോഹിതനായ അഹ്റോനും 70 മൂപ്പന്മാരും ഒന്നും ചെയ്യാനാകാതെ ഭയന്ന് വിറച്ചു നോക്കി നിൽക്കെ, സ്വന്തം ജനതയുടെ കൈകളാൽ സീനായി മലയടിവാരത്ത് വെച്ച് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട മോശയുടെ സഹോദരി ഭർത്താവ്, ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞുപോയ ആ നിശബ്ദ രക്തസാക്ഷി ഹൂർ. ഇസ്രയേൽ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഈ ചോദ്യത്തിന് ചരിത്രവും പാരമ്പര്യങ്ങളും നൽകുന്ന ഉത്തരം ഹാബേൽ എന്നാണ്. എന്നാൽ തിരുവെഴുത്തുകൾ അതീവ ജാഗ്രതയോടെ പരിശോധിച്ചാൽ വിസ്മയിപ്പിക്കുന്ന ഒരു സത്യം നമുക്ക് കാണാൻ സാധിക്കും. ഹാബേൽ കൊല്ലപ്പെട്ടത് തൻ്റെ സഹോദരൻ്റെ അസൂയയുടെ ഇരയായാണ്. അവൻ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയാകുകയായിരുന്നില്ല, മറിച്ച് കൊല്ലപ്പെടുകയായിരുന്നു. എന്നാൽ സ്വന്തം വിശ്വാസം തള്ളിപ്പറയാൻ വിസമ്മതിച്ച് അക്രമാസക്തരായി വന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് മരണം സ്വീകരിച്ച ഇസ്രായേലിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായ ഹൂറിൻ്റെ കഥ ശരിക്കും എങ്ങനെയായിരുന്നു? ചരിത്രം മറച്ചുവെച്ച ആ ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആരായിരുന്നു ഈ ഹൂർ? ഹൂറിൻ്റെ യഥാർത്ഥ ചരിത്രം മനസ്സിലാകണമെങ്കിൽ നമ്മൾ റഫീദീമിൽ വെച്ച് ഇസ്രായേൽ അമാലോക്യരുമായി നടത്തിയ ചരിത്രപ്രസിദ്ധമായ ആ യുദ്ധത്തിലേക്ക് പോകണം. യോശുവായും സൈന്യവും താഴെ അമാലോക്യരോട് പൊരുതുമ്പോൾ അവർക്ക് ആത്മീയ ശക്തി പകരാനായി മോശ ദൈവത്തിൻ്റെ വടിയുമായി മലമുകളിലേക്ക് കയറി. മോശയുടെ കൈകൾ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുന്നു. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ മോശയുടെ കൈകൾ തളരുകയാണ്. കൈകൾ താഴുമ്പോൾ അമാലോക്യർ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുന്നു. ഒരു ജനതയുടെ മുഴുവൻ വിധി ആ 2 കൈകളിലായിരുന്നു. ആ നിർണായക നിമിഷത്തിലാണ് പുരോഹിതനായ അഹ്റോനും ഹൂറും മോശയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതുവരെ തളർന്നുപോയ മോശയുടെ കൈകൾ താഴാതെ പാറ പോലെ ഉറപ്പിച്ചു നിർത്തിയത് അഹ്റോനും ഹൂറുമായിരുന്നു. അന്ന് ആ മലമുകളിൽ ഹൂറില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്നൊരു ജനതയുടെ ചരിത്രം അന്നവിടെ അവസാനിക്കുമായിരുന്നു. റഫീദീമിലെ ആ യുദ്ധവിജയത്തിന് ശേഷം ഇസ്രായേൽ ജനത തങ്ങളുടെ പ്രയാണം തുടർന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കൃത്യം 3-ാം മാസം അവർ സീനായി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ പാളയമടിച്ചു. ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിക്കാൻ മോശയെ ദൈവം പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു. തൻ്റെ അസാന്നിധ്യത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഈ ജനതയെ നയിക്കാൻ മോശ അഹ്റോനെയും ഹൂറിനെയും തിരഞ്ഞെടുത്തു. ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങളിവിടെ കാത്തിരിക്കുക. അഹ്റോനും ഹൂറും നിങ്ങളുടെ കൂടെയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർ ഹൂറിൻ്റെയോ അഹ്റോൻ്റെയോ അടുക്കൽ പോകട്ടെ എന്ന് മോശ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനായ അഹ്റോനോടൊപ്പം ഹൂർ എന്ന ഈ മനുഷ്യനെ മോശ തിരഞ്ഞെടുത്തത്? അത്രയും പ്രാധാന്യമുള്ള ഒരു ചുമതല വഹിക്കാൻ മാത്രം ഹൂർ ആരായിരുന്നു? വെറുമൊരു സഹായി എന്നതിലുപരി ഹൂറിന് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ചരിത്രകാരനായ ജോസിഫസ് രേഖപ്പെടുത്തുന്നത് മോശയുടെയും അഹ്റോൻ്റെയും സഹോദരിയായ മറിയാമിൻ്റെ ഭർത്താവായിരുന്നു ഹൂർ, അതായത് മോശയുടെ അളിയൻ. ഇസ്രായേലിലെ ഏറ്റവും ശക്തമായ ഗോത്രമായ യഹൂദാ ഗോത്രത്തിൻ്റെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു ഹൂർ. അഹ്റോൻ ആത്മീയ നേതൃത്വം നൽകിയപ്പോൾ ജനങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മോശ തിരഞ്ഞെടുത്തത് യഹൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിനെയായിരുന്നു. മോശ പർവ്വതത്തിന് മുകളിൽ പോയിട്ട് ആഴ്ചകൾ പിന്നിട്ടു. താഴെ ജനങ്ങളുടെ ക്ഷമ നശിച്ചു. അവർ പരിഭ്രാന്തരായി. ബൈബിൾ പറയുന്നതനുസരിച്ച് നമ്മെ നയിക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക എന്ന ആവശ്യവുമായി ആ അക്രമാസക്തരായ ജനക്കൂട്ടം അഹ്റോൻ്റെ മുന്നിലേക്ക് ഇരച്ചെത്തി. എന്നാൽ ഇതിന് തൊട്ടുപിന്നിൽ ബൈബിൾ വായനയിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭീകരമായ
സത്യമുണ്ട്. പൗരാണിക യഹൂദരേഖകൾ പ്രകാരം ആ ജനക്കൂട്ടം ആദ്യം ചെന്നത് അഹറോൻ്റെ അടുക്കലായിരുന്നില്ല, മറിച്ച് മോശയുടെ വിശ്വസ്തനായ ഹൂറിൻ്റെ അടുക്കലായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ആ ജനക്കൂട്ടത്തോട് ഹൂർ വിട്ടുവീഴ്ചയില്ലാതെ സംസാരിച്ചു. ഈജിപ്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച ദൈവത്തെ മറക്കരുത്, വിഗ്രഹാരാധന പാപമാണ് എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നാൽ ആ വാക്കുകൾ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവർ ഹൂറിനെ വളഞ്ഞു, അവർ അവനെ കല്ലെറിഞ്ഞു, അവൻ്റെ മുഖത്തു തുപ്പി ശ്വാസം മുട്ടിച്ചു. വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട ആ പോരാളി സ്വന്തം ജനതയുടെ കൈകളാൽ സീനായി മലയടിവാരത്ത് പിടഞ്ഞു മരിച്ചു. ആ ക്രൂരതയ്ക്ക് സാക്ഷിയായി അവിടെ നിന്നിരുന്ന ആ 70 പേരും ഇരുട്ടിലേക്ക് ഒളിച്ചോടി. ഒടുവിൽ ജനക്കൂട്ടം അഹ്റോൻ്റെ മുന്നിലെത്തി. തൻ്റെ വലങ്കയും അളിയനുമായ ഹൂർ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് അഹ്റോൻ കണ്ടു. തന്നെയും അവർ വധിക്കുമെന്നും ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ കൂടെ കൊല്ലപ്പെട്ടാൽ ആ ജനതയ്ക്കൊരിക്കലും മാപ്പില്ലാത്ത പാപമായി അത് മാറുമെന്നും അഹ്റോൻ ഭയന്നു. സ്വന്തം ജീവനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ജനത പൂർണ്ണമായും നശിപ്പിക്കപ്പെടാതിരിക്കാനും കൂടുതൽ ചോര വീഴാതിരിക്കുവാനും വേണ്ടിയാണ് അഹ്റോൻ ആ ഒരു നിമിഷം അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തത്. ഹൃദയവേദനയോടെ അവരുടെ ആഗ്രഹപ്രകാരം ആ സ്വർണ്ണക്കാളക്കുട്ടിയെ നിർമ്മിച്ചു നൽകി. എന്നാൽ മലമുകളിൽ നിന്ന് 10 കൽപ്പനകളുമായി മോശ താഴേക്ക് വന്നപ്പോൾ കണ്ടത് ഭയാനകമായ ദൃശ്യമായിരുന്നു. തൻ്റെ അഭാവത്തിൽ ജനം വഴിപിഴച്ചിരിക്കുന്നു. കോപാകുലനായ മോശ ആ കൽപ്പനകൾ എറിഞ്ഞുടച്ചു. സ്വർണ്ണക്കാളക്കുട്ടിയെ മോശ ചുട്ടരിച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി അവരെ കൊണ്ട് കുടിപ്പിച്ചു. അതിനുശേഷം പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മോശ സിംഹത്തെപ്പോലെ ഗർജിച്ചു, യഹോവയുടെ പക്ഷത്താരുണ്ട്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ലേവി ഗോത്രക്കാർ ഒന്നടക്കം മോശയുടെ അടുക്കലേക്ക് ഓടിയെത്തി. അവരോട് വാളെടുക്കാൻ മോശ കൽപ്പിച്ചു. അല്പനേരം മുമ്പ് വരെ വിഗ്രഹത്തിന് മുന്നിൽ ആക്രോശിച്ച ഹൂറിനെ തല്ലിക്കൊന്ന ആ ജനക്കൂട്ടത്തിന് നേരെ അവർ തിരിഞ്ഞു. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം പറയുന്നു, അന്ന് ആ മരുഭൂമിയിൽ 3000-ഓളം പേരാണ് തങ്ങളുടെ പാപത്തിന് ജീവൻ വിലയായി നൽകിയത്. ഹൂർ ചിന്തിയ രക്തത്തിന് അവിടെ വച്ച് തന്നെ ചരിത്രം പകരം ചോദിക്കുകയായിരുന്നു. ഹൂർ മരിച്ചു, പക്ഷേ ആ ത്യാഗം ദൈവം മറന്നില്ല. വിഗ്രഹമുണ്ടാക്കാൻ ജനം ഉപയോഗിച്ച അതേ സ്വർണം കൊണ്ട് തൻ്റെ വിശുദ്ധ വാസസ്ഥലമായ സമാഗമന കൂടാരവും നിയമപെട്ടകവും പണിയാൻ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു. അത് മറ്റാരുമായിരുന്നില്ല, കൊല്ലപ്പെട്ട ഹൂറിൻ്റെ സ്വന്തം പേരക്കുട്ടിയായ ബസലേൽ. മുത്തച്ഛൻ വിഗ്രഹാരാധനയ്ക്കെതിരെ സ്വന്തം രക്തം ചിന്തിയപ്പോൾ പേരക്കുട്ടിക്ക് ദൈവം തൻ്റെ കൂടാരം പണിയാനുള്ള സ്വർഗീയ ജ്ഞാനം നൽകി ആദരിച്ചു. ഹൂറിൻ്റെ ബലിദാനത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ബസലേൽ എന്ന ആ ശില്പി. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. ബൈബിളിലെ 1-ാം ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു വിസ്മയിപ്പിക്കുന്ന വചനമുണ്ട്. തിരുവെഴുത്ത് ഹൂറിനെ വിശേഷിപ്പിക്കുന്നത് ബേത്ലഹേമിൻ്റെ പിതാവെന്നാണ്. അതെ, സത്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ ആ നിശബ്ദ നായകൻ്റെ വംശപരമ്പരയിൽ നിന്നാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ച ബേത്ലഹേം നഗരമുണ്ടായത്. മരുഭൂമിയിൽ ഹൂർ ചീന്തിയ രക്തം ക്രിസ്തുവിലേക്കുള്ള വഴിയൊരുക്കുകയായിരുന്നു. ലോകം മറന്നാലും ദൈവം മറക്കാത്ത ഒരു ബലിദാനത്തിൻ്റെ കഥയാണിത്. ആയിരക്കണക്കിന് ആളുകൾ തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും സത്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ കാണിച്ച ആ ധൈര്യം ചരിത്രത്തിലെ വലിയൊരു പാഠമാണ്. നിങ്ങളുടെ ജീവിതത്തിലും സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം. എന്നാൽ ഓർക്കുക, ആ ത്യാഗങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും
ഒരിക്കലും വെറുതെയാകില്ല.